എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളും അതുപോലെ ഈ ആഴ്ച 18 സിനിമകളാണ് OTTയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് സബർമതി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ C5 സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിക്കാണ് സബർമതി OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സീക്രട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സീക്രട്ട് എന്ന സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് സൺനെസ്റ്റിൽ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കടന്നൽ കഥ എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു മലയാള സിനിമയാണ്. ചെറിയ താരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. ജാഫർ ഇടുക്കി സിനിമയിലുണ്ട്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലാണ് കടന്നൽ കഥ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മദ്രാസുകാരൻ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ തിയേറ്റർ റിലീസ് നാളെയാണ്. ഷൈനികമാണ് സിനിമയിലെ നായകൻ. വലിയ വരവേൽപ്പാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഷൈനികത്തിന്റെ തമിഴ് സിനിമയാണ് മദ്രാസുകാരൻ. അടുത്തൊരു അപ്ഡേറ്റ് ഐഡന്റിറ്റി എന്ന സിനിമയെക്കുറിച്ചാണ്. ടോവിനോ തോമസ് തൃശ്ശിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ആമസോൺ പ്രൈം ഐഡന്റിറ്റി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചു വന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സിനിമ ഈ മാസം തന്നെ റിലീസിനെത്തും. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 30-നായിരിക്കും ഐഡന്റിറ്റി എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബ്രേക്ക്ഔട്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ഇന്ന് രാത്രിയാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഐറിൻ അറേബ്യ എന്ന സിനിമയെക്കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസൻ, ഉർവശി, മുകേഷ് തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പായിരുന്നു. ഇതൊരു കോമഡി മൂവിയാണ്. ഐറിൻ അറേബ്യയുടെ OTT റിലീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൈനാപ്ലയാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി മാസം സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി 28-നായിരിക്കും ഐറിൻ അറേബ്യ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടതാണ്. മാത്യു തോമസ്, ബേസിൽ, അനിക, നമിത പ്രമോദാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു സ്പോർട്സ് റൊമാൻറ്റിക്കൽ മൂവിയാണ്. സിനിമ തിയേറ്ററുകളിൽ 8 നിലയിൽ പൊട്ടി. ഇപ്പോൾ ഇതാ കപ്പ് എന്ന സിനിമയുടെ OTT സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. അടുത്ത വീക്കിൽ സിനിമ റിലീസിനെത്തും. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 16-നായിരിക്കും കപ്പ് എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 100 കോടി ക്ലബിൽ മാർക്കോ ഇടം പിടിച്ചു. ഉണ്ണിമുകുന്ദൻ, സിദ്ദിഖ്, ജഗദീഷ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും മാർക്കോ സിനിമ ഹിറ്റാണ്. ഈ സിനിമയുടെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് മാർക്കോ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി 30 അല്ലെങ്കിൽ ഫെബ്രുവരി 5 ഈ ദിവസത്തിലായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ മാർക്കോ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ആനന്ദ് ശ്രീബാല എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇതൊരു ത്രില്ലർ മൂവിയാണ്. സംഗീത, അർജുൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു റിയൽ സ്റ്റോറിയാണ് ആനന്ദ് ശ്രീബാല പറഞ്ഞു പോകുന്നത്. ഈ സിനിമയുടെ OTT ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ആനന്ദ് ശ്രീബാല സർപ്രൈസായിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഇന്ന് ഹോട്ട്സ്റ്റാറിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെക്കുറിച്ചാണ്. ഒരുപാട് പേരെ കാത്തിരിക്കുന്ന സിനിമയാണ് പണി. ജോർജ് ജോർജാണ് സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ പണി ഹിറ്റായിട്ടുണ്ടായിരുന്നു. സോണി ലീവാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. പണി എന്ന സിനിമയുടെ ഒഫീഷ്യൽ തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ജനുവരി 16-ന് സോണി ലീവിൽ സിനിമ വരും. തലേ ദിവസം 11 മണിക്ക് തന്നെ സിനിമ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഒരു അന്വേഷണത്തിന് തുടക്കം വന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. ഷൈൻ ടോം ചാക്കോ, മുകേഷ്, അശോകൻ, സ്വാസിക, ദുർഗ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ഒരു അന്വേഷണത്തിന് തുടക്കം എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി ലാസ്റ്റ് വീക്കിൽ അന്വേഷണത്തിന് തുടക്കം എന്ന സിനിമ ഹോട്ട്സ്റ്റാറിൽ റിലീസുണ്ട്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി 30-നായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഒമർ ലല്ലു സംവിധാനം ചെയ്ത അവസാനത്തെ ചിത്രമായിരുന്നു ബാഡ് ബോയ്സ്. ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. റഹ്മാൻ, സെന്തിൽ, ധ്യാൻ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്.
ഇപ്പോഴിതാ ബാഡ് ബോയ് സിനിമയുടെ OTT ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി 24-ന് ഹോട്ട്സ്റ്റാറിൽ ബാഡ് ബോയ്സ് റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു കോമഡി ഹൊറർ മൂവിയാണ്. ഷറഫുദ്ദീൻ ഐശ്വര്യലക്ഷ്മിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. റിലീസ് തീയതി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഹലോ മമ്മിക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി ലാസ്റ്റ് വീക്കിലായിരിക്കും ഹലോ മമ്മിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ തിയേറ്ററുകളിലെത്തി ഒരുപാട് കാലമായി. ഇതുവരെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ആമസോൺ പ്രൈമാണ് ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ട് 2 ആഴ്ചയായി. ഇതുവരെ അവർ റിലീസാക്കിയിട്ടില്ല. ദിലീപ് തമനിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ മംത, അർജുൻ, ഷൈൻ ടോം ചാക്കോ ഇവരും സിനിമയിലുണ്ട്. നല്ല ഹൈപ്പോട് കൂടിയാണ് ബാന്ദ്ര വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ബാന്ദ്ര എന്ന സിനിമ ജനുവരിയിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ജനുവരി 3rd വീക്കിലായിരിക്കും സിനിമയുടെ റിലീസ്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി 25-നുള്ളിൽ ബാന്ദ്ര സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയെക്കുറിച്ചാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ സിനിമയായിരുന്നു റൈഫിൾ ക്ലബ്ബ്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. ദിലീഷ് പോതനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ദർശന, വിജയരാഘവൻ, സുരഭി തുടങ്ങിയവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആഷിഖ് കപൂറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. റൈഫിൾ ക്ലബ്ബ് ഗംഭീര വിജയമാണ് നേടിയിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയുടെ OTT ഒഫീഷ്യലായിട്ട് നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി 30-നായിരിക്കും റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. റായ് ലക്ഷ്മി, അജു വർഗീസ്, അന്ന റെജി, രഞ്ജി പണിക്കർ തുടങ്ങി ഒരുപാട് താരന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ OTT ഇന്നലെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സൈനാപ്ലൈ ആണ് DNA എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ DNA എന്ന സിനിമ ഇന്നലെ റിലീസായിട്ടില്ല. അവർ സിനിമ പോസ്റ്റ്പോൺ ചെയ്തു. അടുത്ത വീക്കിലായിരിക്കും ഇനി DNA എന്ന സിനിമ റിലീസിനെത്തുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഭാവനയാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഹൊറർ സസ്പെൻസ് മൂവിയാണ്. സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെ സിനിമ OTT റിലീസ് ചെയ്തിട്ടില്ല. ജനുവരി മാസത്തിൽ സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ ഡേറ്റ് വരാത്തതുകൊണ്ട് എന്ന് വരുമെന്ന് ഉറപ്പിക്കാൻ സാധിക്കില്ല. ഹണ്ട് എന്ന സിനിമ സർപ്രൈസായിട്ട് റിലീസിനെത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ആഴ്ച തന്നെ ഹണ്ട് എന്ന സിനിമ OTTയിൽ എത്തിയേക്കും. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.